നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. 890 സ്ഥാനാർത്ഥികൾ, അന്തിമ ചിത്രം തെളിഞ്ഞു. കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളിയിൽ. സാദിഖ് അലി തങ്ങൾക്കെതിരായ പോസ്റ്റ് പ്രതിയെ തിരിച്ചറിഞ്ഞു, ബ്ലാക്ക് മെയിലിംഗ് നടത്തി. ബുധനാഴ്ച രാത്രി വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ, പവർ കട്ടില്ലാതെ കുതിച്ച് KSEB. കണ്ണൂരിലെ ബഹുനില പാർക്കിംഗ് അഴിമതിയുടെ സ്മാരകം. സ്വകാര്യ സ്ഥലത്തെ പ്രചരണ ബോർഡും മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 890 സ്ഥാനാർത്ഥികൾ, അന്തിമ ചിത്രം തെളിഞ്ഞു. കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ 140 മണ്ഡലങ്ങളായി 890 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 957 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായത്. 13 പേർ മത്സരരംഗത്തുള്ള കൊടുവള്ളിയാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ള മണ്ഡലം. മഞ്ചേശ്വരം, തിരുവനന്തപുരം, പേരാവൂർ മണ്ഡലങ്ങളിൽ 11 വീതം സ്ഥാനാർത്ഥികളും, നേമം, ചങ്ങനാശ്ശേരി, കളമശ്ശേരി, മണലൂർ, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ 10 വീതം സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കുറവ് ചവറ, കായംകുളം, കൊങ്ങാട്, നാട്ടികം, മാനന്തവാടി, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിലാണ്. 3 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ VD സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ. 2001 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് വെളിപ്പെടുത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. സതീശൻ 1996 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം എറണാകുളത്തെ ഒരു പ്രമുഖ RSS നേതാവിനെ കണ്ട് സതീശൻ സഹായം അഭ്യർത്ഥിച്ചു എന്ന് തനിക്ക് വ്യക്തിപരമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. 2001 മത്സരിക്കുമ്പോൾ മുതൽ തന്നെ ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി RSSന് എതിരെ പ്രതികരിക്കാൻ സതീശന് കഴിയില്ല. കൂടുതൽ വിവാദമാകും തോറും സതീശൻ കൂടുതൽ തുറന്ന് കാട്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പറവൂരിൽ RSS സംഘടിപ്പിച്ച ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീൽ ആയിരുന്നുവെന്ന് സതീശൻ വെളിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. RSS പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ഗോൾവാൾക്കർ പൂജയെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. 2006 പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ബുധനാഴ്ച രാത്രി വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ, പവർ കട്ടില്ലാതെ കുതിച്ച് KSEB. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം ഏറ്റവും ഉയർന്ന നിലയിൽ. ബുധനാഴ്ച രാത്രിയാണ് 5802 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ചത്. 2024 മെയ് 2 രാത്രിയിലെ 5797 മെഗാവാട്ട് വേണ്ടി വന്നതാണ് ഇതിനു മുൻപുള്ള റെക്കോർഡ്. ബുധനാഴ്ച ആകെ ഉപയോഗിച്ചത് 10.803 കോടി യൂണിറ്റ് ആണ്. ഒരു ദിവസം ഉപയോഗിച്ച ആകെ വൈദ്യുതിയുടെ അളവിൽ 2024 മെയ് 3 11.59 കോടി യൂണിറ്റാണ്. എന്നാൽ ഇക്കുറി സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഈ വർഷത്തെ റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടും 1 മിനിറ്റ് പോലും പവർ കട്ടില്ലാതെ KSEB കുതിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 6000 മെഗാവാട്ട് വരെ ഉപഭോഗം ഉണ്ടാകുമെന്ന കണക്കൂട്ടലാണ് KSEB അധികൃതർ. എന്നാൽ ഇത് കണക്കാക്കിയുള്ള മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനം 1739 മെഗാവാട്ടാണ്. 1817.59 മെഗാവാട്ട് സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും 596.59 മെഗാവാട്ട് ദീർഘകാല കരാറുകളിൽ നിന്നും ലഭിച്ചു. ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസേഴ്സ്, ക്യാപിറ്റീവ് പവർ പ്രൊഡ്യൂസേഴ്സ് എന്നിവയിൽ നിന്ന് 40 മെഗാവാട്ടും KSEB കമ്പോളത്തിൽ നിന്ന് 191.46 മെഗാവാട്ടും വാങ്ങി. മുൻകൂട്ടിയുള്ള സ്വാപ്പ് അറേഞ്ച്മെൻറ്റ് വഴി 694 മെഗാവാട്ട് ലഭിച്ചു. ജലവൈദ്യുത നിലയങ്ങളിൽ 22.69 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ജനങ്ങൾക്കാവശ്യമായ ഊർജ്ജം യാതൊരു തടസ്സവുമില്ലാതെ എത്തിക്കുകയാണ് LDF സർക്കാർ. വ്യവസായങ്ങൾക്കും ഗാർഹിക ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആശ്വാസം നൽകിയാണ് റെക്കോർഡ് ഉപഭോഗത്തെ പ്രതിബന്ധങ്ങളില്ലാതെ KSEB നേരിടുന്നത്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പോസ്റ്റ് പ്രതിയെ തിരിച്ചറിഞ്ഞു, ബ്ലാക്ക് മെയിലിംഗ് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടും വിധം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. കാപ്പ കേസ് പ്രതിയായ മുഹമ്മദ് റോഷനാണ് പോസ്റ്റ് ഇട്ടത്. ഇയാൾക്കെതിരെ പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. പോലീസ് പറയുന്നത് എങ്ങനെ? മുഹമ്മദ് റോഷനും സംഘവും ജനുവരി 31 സാദിഖ് അലി തങ്ങളുടെ ഒരു ബന്ധുവിനെ പെരിന്തൽമണ്ണയിലെ മാളിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് തങ്ങളുടെ ചില വീഡിയോകളും ഫോട്ടോകളും കാണിച്ചുകൊണ്ട് 15 കോടി രൂപ നൽകിയില്ലെങ്കിൽ അവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിന് വഴങ്ങാതെ വന്നതോടെയാണ് മാർച്ച് 21 പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ച് അപകീർത്തികരമായ രീതിയിൽ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. പെരിന്തൽമണ്ണ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മുഹമ്മദ് റോഷൻ മുൻപ് മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നുവെന്നാണ് വിവരം.
മയക്കുമരുന്ന് സംഘത്തിന്റെ നേതാവാണ് ഇയാൾ. കൊച്ചി എളമക്കരയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് MDMA പിടികൂടിയ സംഭവത്തിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട നിമിഷങ്ങൾക്കുള്ളിൽ പിൻവലിക്കപ്പെട്ടിരുന്നു. നേരത്തെ ബഷീർ അലി തങ്ങൾക്കെതിരായും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയത് ഇയാളെന്നാണെന്ന് സൂചന. ഇതെല്ലാം മറച്ചുവെച്ച് അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിന് പിന്നിൽ CPM അനുഭവങ്ങളാണെന്ന് ലീഗ് നേതാക്കൾ പ്രചരിപ്പിച്ചത്. കടന്നപ്പള്ളിയുടെ പൊതുപര്യടനം നാളെ മുതൽ. കണ്ണൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച് തെരഞ്ഞെടുപ്പ് പൊതുപ്രചരണത്തിലേക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് കുന്നത്തുചാലിൽ വെച്ച് പര്യടനം ആരംഭിക്കും. EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ ക്ഷേത്രത്തിലും സ്ഥാനാർത്ഥിക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകും. 10 വർഷത്തിനുള്ളിൽ നാടെങ്ങും വികസന പദ്ധതികൾ എത്തിച്ചും എല്ലായിടത്തും ഓടിയെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന ജനപ്രതിയെ ഇരുകൈ നീട്ടിയാണ് ഒന്നാം ഘട്ട പ്രചാരണത്തിൽ വോട്ടർമാർ സ്വീകരിച്ചത്. എവിടെയും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് എല്ലാവരും പേരെടുത്ത് വിളിക്കാൻ പാകത്തിൽ അടുപ്പമുള്ളവരായിരുന്നു. സ്ഥാപനങ്ങളും തൊഴിൽ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ സന്ദർശിച്ചത്. അതിനിടയിൽ പ്രമുഖ വ്യക്തികളെ കണ്ടും വോട്ടഭ്യർത്ഥിക്കാനും സമയം കണ്ടെത്തി. മട്ടന്നൂർ മണ്ഡലം LDF വികസന സപ്ലിമെന്റ് പ്രകാശിച്ചു. മട്ടന്നൂർ മണ്ഡലം LDF വികസന സപ്ലിമെന്റ് CPM ജില്ലാ സെക്രട്ടറി അംഗം P പുരുഷോത്തമൻ പ്രകാശനം നിർവഹിച്ചു. C വിജയൻ അധ്യക്ഷനായി, NV ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം CV ശശിധരൻ, KP അനിൽകുമാർ, KP രമേശൻ, ദിലീപ് കുമാർ, അച്യുതൻ അണിയേരി, D മുനീർ, സിദ്ദിഖ് മണ്ണൂർ, VP ഇസ്മായിൽ എന്നിവർ സംബന്ധിച്ചു. VK സനോജിന്റെ പൊതുപര്യടനത്തിന് ഹൃദ്യമായ തുടക്കം. മട്ടന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VK സനോജിന്റെ പൊതുപര്യടനം കൂടാളി തെരുവിൽ നിന്ന് ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. P പത്മനാഭൻ അധ്യക്ഷനായി, വാണി പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. സ്ഥാനാർത്ഥി VK സനോജ് സംസാരിച്ചു. CV ശശിധരൻ, CH വത്സരൻ, KM വിജയൻ, KP രമേശൻ, KT ജോസ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് താറ്റിയുള്ള റേഷൻ പിടിക, കൊയ്യൊളിഞ്ചാൻ, മൂലക്കരി, കൊള്ളോളം, ചെറുകുഞ്ഞി, എടയനൂർ എന്നിവിടങ്ങളായിരുന്നു ഉച്ചവരെയുള്ള പര്യടനം. ഉച്ചയ്ക്ക് ശേഷം തെരൂർ, കോളിപ്പാലം, കേളൂർ, പാനയോട്, കാരപേരാവൂർ, മുണക്കായി, കായനി, പെരിഞ്ചേരി, തയ്യൽമൂല, മുണ്ടോർപ്പൊയിൽ, പൊരുന്നാൻ, തറക്കൽ പഴശ്ശി, കുന്നോട്ടുകാവ്, പുലിയങ്കോട്, അയ്യന്നൂർ, ശാസ്ത്രക്കപ്പ്, വെമ്പടിമുട്ട എന്നിവിടങ്ങൾ സ്വീകരണ ശേഷം പൂവമ്പൂരിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി സ്വീകരണ വരവേറ്റത്. ഹാരാർപ്പണ നടത്തി വർണ്ണവരുണുകളും പടങ്ങളും സ്വീകരണത്തിന് കൊഴുപ്പിക്കുക. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് പുറമെ M രതീഷ്, E സജീവൻ, PP നൗഫൽ, മഹേഷ് കക്കത്ത്, KP രമേശൻ, ഷാജി കരിപ്പായി, KT ജോസ്, C വിജയൻ, മണാട്ടുകുമാരൻ, അണിയേരി അച്യുതൻ, മുഹമ്മദ് സിറാജ്, D മുനീർ, M വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിന് കൊണ്ടുപോയില്ലെങ്കിൽ മന്ത്രി അപ്പൂപ്പനെ വിളിച്ചാൽ മതി, 5ാം ക്ലാസ്സുകാരുടെ ഉത്തരം. മിന്നുവിന് ടൂർ പോകാൻ പണം തികഞ്ഞില്ല, തരണം ചെയ്യാൻ 4 മാർഗങ്ങൾ എഴുതുക. വിനോദയാത്രക്ക് പണമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു 5ാം ക്ലാസ്സുകാരി നൽകിയ നിഷ്കളങ്കമായ ഉത്തരവും അതിന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകിയ ഹൃദ്യമായ മറുപടിയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുന്നു. മിന്നുവിന് ടൂർ പോകാൻ പണം തികഞ്ഞില്ല, ഇത് തരണം ചെയ്യാൻ 4 മാർഗങ്ങൾ എഴുതുക എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഇന്നത്തെ കാലത്ത് മിന്നുവിന് ഈ അവസ്ഥ ഉണ്ടാകില്ല. കാരണം നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, പണമില്ലാതെ കൊണ്ട് ആരെയും ടൂറിന് കൊണ്ടുപോകാതിരിക്കരുത്. അപ്പോൾ നമ്മളെപ്പോലെ മിന്നുവിനും ടൂറിൽ പോകാൻ കഴിയും. മിന്നുവിനെ ടൂറിന് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ മന്ത്രി അപ്പൂപ്പനെ വിളിച്ചാൽ മതി എന്നായിരുന്നു ഉത്തരം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ ഉത്തരത്തിന് പിന്നാലെയാണ് പ്രതികരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തിയത്. പൊതുവിദ്യാഭ്യാസ മേഖല കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയ നന്മയുടെ കരുത്തായിട്ടാണ് താൻ ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടിക്ക് സ്നേഹവും നന്ദിയും അറിയിച്ച മന്ത്രി സ്കൂളിന്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞ് മിന്നുവിനെ നേരിട്ട് കാണുമെന്നും കൂട്ടിച്ചേർത്തു. KSRTC ബജറ്റ് ടൂറിസം. കൊച്ചിയിൽ നിന്ന് ആഡംബര കപ്പൽ യാത്ര. KSRTC പയ്യന്നൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 4-ന് കൊച്ചിയിൽ നിന്നും ആഡംബര കപ്പൽ യാത്ര സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 3-ന് രാത്രി 9-ന് പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ട് ഏപ്രിൽ 5-ന് രാവിലെ 6-ന് തിരിച്ചെത്തുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്ന 40 പേർക്കാണ് അവസരം. 4,560 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മറ്റ് ചിലവുകൾ യാത്രക്കാർ സ്വന്തം നിലയിൽ വഹിക്കണം. കപ്പൽ യാത്രയ്ക്ക് പുറമെ കൊച്ചി മറൈൻ ഡ്രൈവ്, മട്ടാഞ്ചേരി എന്നിവിടങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഏപ്രിൽ 3-ന് സംഘടിപ്പിക്കുന്ന മുന്നാർ യാത്രയിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും ഫോൺ 94 95 403 062 97 45 534 123. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.